Good morning, all. Welcome to Transportation Planning, Module 3, Lecture 2. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് സ്റ്റേജസ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്. ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് പ്രോസസ്സിലെ ഡിഫറെൻറ്റ് സ്റ്റേജസിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റേജസ് ഇൻ പ്ലാനിങ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഫോർമുലേറ്റ് ദി ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഒരു ഏത് പ്ലാനിങ്ങിൻ്റെയും ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? വി ഹാവ് ടു ഫോർമുലേറ്റ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. എന്താണ് ഗോൾ, എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫൈനലായിട്ടുള്ള റിസൾട്ട്, നമ്മൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് എന്ത് ഗോൾ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ അതിനെ അച്ചീവ് ചെയ്യുന്ന സ്റ്റെപ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈൽ സ്റ്റോൺ സ്റ്റെപ്സിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് വി ഹാവ് ടു കളക്ട് ഇൻവെൻട്രീസ്. ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ട് അതിൻ്റെ ഒരു ഡാറ്റ കളക്ഷനാണ് എന്ത് ഇൻവെൻട്രി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സർവേ ആൻഡ് അനാലിസിസ് ഓഫ് എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ്, കാലിബ്രേഷൻ ഓഫ് ലാൻഡ് യൂസ് ആൻഡ് മൂവ്മെൻറ്റ് മോഡൽസ്. ദെൻ ഫോർകാസ്റ്റ്. എക്സിസ്റ്റിംഗ് കണ്ടീഷൻ നമ്മൾ ഇൻവെൻട്രി ഉപയോഗിച്ചിട്ട് അറിഞ്ഞു, ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ഫോർകാസ്റ്റ്. നമ്മളൊരു ഹൊറൈസൺ ഇയറിലാണ്, സാധാരണ ഒരു 15 to 20 കൊല്ലത്തിനാണ് എന്ത് ചെയ്യാം നമ്മൾ പ്ലാനിങ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫോർകാസ്റ്റ്. ദാറ്റ് ഈസ് ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഫോർകാസ്റ്റ് ലാൻഡ് യൂസ്, വി ഹാവ് ടു ഫോർകാസ്റ്റ് ദി മൂവ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ലാൻഡ് യൂസും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ. ഇതെന്താണ്? ട്രാൻസ്പോർട്ടേഷനും ഇറ്റ് ഈസ് ഇൻ്റർ കണക്റ്റഡ് ആണ്, ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. ആസ് എ ഫങ്ഷൻ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ലാൻഡ് യൂസ് എ ഫങ്ഷൻ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്, ട്രാൻസ്പോർട്ടേഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് ലാൻഡ് യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ലാൻഡ് യൂസ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ, ലാൻഡ് യൂസ് പോപ്പുലേഷൻ, എംപ്ലോയ്മെൻറ്റ്, ലാൻഡ് യൂസ് ടു ഡെവലപ്പ് ദ ലാൻഡ് യൂസ് പ്ലാൻ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഐഡിയ ഫോർകാസ്റ്റ് ചെയ്യണം. ദെൻ എസ്റ്റിമേറ്റ് ദി ഫ്യൂച്ചർ ട്രാവൽ പാറ്റേണിനെ കുറിച്ചൊരു ഐഡിയ വേണം അസോസിയേറ്റ് വിത്ത് ദി ലാൻഡ് യൂസ് പ്ലാൻ. ദെൻ നെറ്റ്വർക്ക് പ്ലാനിങ്. To develop a alternative highway and public transport network to fit the land use plan and estimate future movement. Then analysis of alternatives. നമ്മൾ നെറ്റ്വർക്ക് പ്ലാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ്സ് എന്താണ് വി ഹാവ് ടു അനലൈസ്. അസൈൻ എസ്റ്റിമേറ്റഡ് മൂവ്മെൻറ്റ് ടു ആൾട്ടർനേറ്റീവ് നെറ്റ്വർക്ക് ബൈ മോഡൽ ആൻഡ് റൂട്ട്. അപ്പോൾ ഒരു നെറ്റ്വർക്ക് അല്ല നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ടാവുക, നമ്മൾ ട്രിപ്പ് പോകാൻ ട്രാവൽ പാറ്റേൺ അനുസരിച്ച് ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ നെറ്റ്വർക്ക്സിനൊക്കെ എന്ത് ചെയ്യണം? വി ഹാവ് ടു അനലൈസ് ആൻഡ് ഇവാലുവേഷൻ. അനലൈസ് ചെയ്തിട്ട് വി ഹാവ് ടു ഇവാലുവേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ് നെറ്റ്വർക്ക് ഫോർ കോസ്റ്റ്, ബെനിഫിറ്റ്, ഇമ്പാക്റ്റ് ആൻഡ് പ്രാക്ടിക്കാലിറ്റി. അപ്പോൾ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഉപയോഗിച്ചിട്ട് വി ഹാവ് ടു ഇവാലുവേറ്റ് ഈച്ച് നെറ്റ്വർക്ക്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടാവുക. സെലക്ഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. സെലക്ട് ആൻഡ് ഇംപ്ലിമെൻറ്റ് അപ്രോപ്രിയേറ്റ് നെറ്റ്വർക്ക്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് എന്ത് വരുന്നത്, നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് പ്രോസസ്സിൽ വരുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസ് വരുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് മൊഡ്യൂളിൽ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇൻവെൻട്രി നോക്കാം. The survey and inventory start with the definition of survey area and division of the area into smaller units called zones to study the pattern of movement. അപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് എന്ത് സർവേ ചെയ്യുകയാണെങ്കിലും എന്ത് വേണം? വി ഹാവ് ടു നമ്മൾ ഒരു സ്റ്റഡി ഏരിയ ആസ് എ ഹോൾ ആയിട്ടല്ല ചെയ്യുന്നുണ്ടാവാം. വി ആർ ഡിവൈഡിങ് ദി സ്റ്റഡി ഏരിയ ഇൻ ടു നമ്പർ ഓഫ് ഡിവിഷൻസ്. ആ ഡിവിഷൻസിന് നമ്പർ ഓഫ് യൂണിറ്റ്സ്, ആ യൂണിറ്റ്സിൻ്റെ പറയുന്ന പേരാണെന്താ? zones എന്ന് പറയുന്നത്. At this stage itself, the goal that provide direction to the planning efforts are set. The inventory of existing travel pattern. അപ്പോൾ കുറേ ഇൻവെൻട്രി ഉണ്ട്, കുറേ എക്സിസ്റ്റിംഗ് ഡാറ്റ കളക്ഷൻ ഉണ്ട്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടീഷനെ കുറിച്ച് അറിയാം, അതാണ് ഇൻവെൻട്രി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻവെൻട്രീസ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിൽ പെട്ടതാണ് ഒന്ന് ട്രാവൽ പാറ്റേൺ ഇൻവെൻട്രി. ദാറ്റ് ഇൻക്ലൂഡ്സ് collection of data on origin and destination of journey by home interview, roadside interview, registration number plate survey, prepaid
പോസ്റ്റ് കാർഡ് സർവേ, സ്ക്രീൻ ലൈൻ ആൻഡ് കോഡ് ലൈൻ സർവേസ്. അപ്പോൾ നമ്മൾ ഓഡി സർവേ നടത്തിക്കണം. ഓഡി സർവേൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് പറഞ്ഞത്. നമ്മൾ ഇപ്പോഴുള്ള ഒറിജിനൽ ഡെസ്റ്റിനേഷൻ സർവേ നടത്തണം. ദെൻ കളക്ഷൻ ഓഫ് ഡാറ്റ ഓൺ ട്രാഫിക് വോളിയം ഓൺ വേരിയസ് ലിങ്ക്സ് in the existing network, including classification of vehicles, variation in traffic volume during days of peak hours. Existing traffic volume അതിൻ്റെ വേരിയേഷനെ കുറിച്ചൊക്കെയുള്ള ഒരു വിവരം വേണം. ദെൻ കളക്ഷൻ ഓഫ് ഡാറ്റ ഓൺ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് വെഹിക്കിൾസിൻ്റെ ഡാറ്റ വേണം. ദെൻ കളക്ഷൻ ഓഫ് ഡാറ്റ ഓൺ മൂവ്മെൻറ്റ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സസ് ആൻഡ് കോച്ചസ്. ദെൻ കളക്ഷൻ ഓഫ് ഡാറ്റ ഓൺ മൂവ്മെൻറ്റ് ബൈ റെയിൽ ട്രാൻസിറ്റിൽ പോകുന്ന മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള. ദെൻ പാർക്കിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇതിനെക്കുറിച്ചൊക്കെ എന്ത് വേണം? there is a collection of data. ദെൻ രണ്ടാമത്തെ വരുന്നതാണ് ഇൻവെൻട്രി ഓഫ് എക്സിസ്റ്റിംഗ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻവെൻട്രി ഓഫ് സ്ട്രീറ്റ് ഫാർമിംഗ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് ഇൻക്ലൂഡിംഗ് ഡയമെൻഷൻ ആൻഡ് ടൈപ്പ് ആൻഡ് കണ്ടീഷൻ ഓഫ് സർഫേസ്, capacity, control devices, location of utilities and pedestrian facilities. Study on travel time and different modes travel time study വേണം. Inventory of public transport buses, their operating speed, headways, schedules, capacity, terminal, passengers, etc. Then inventory of rail transit facilities, parking inventory, loading and unloading facilities for truck, accident data, physical inventory of airport, harbour, port facilities. അപ്പോൾ ഇതിന് എക്സിസ്റ്റിംഗ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് എന്ത് ചെയ്യും? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ദെൻ ഇൻവെൻട്രി ഓഫ് ലാൻഡ് യൂസ് ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇൻഫോർമേഷൻ ഓഫ് ലാൻഡ് യൂസ് ടൈപ്പ്, റെസിഡൻഷ്യൽ ആണോ, ഇൻഡസ്ട്രിയൽ ആണോ, കമേഴ്ഷ്യൽ ആണോ, ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് വേരിയസ് സോൺസ്, zoning laws in operation, population statistics usually from census operation. Then household structure including family income, car ownership, family size, etc. Then employment pattern and school attendance. All data collected are analyzed to determine any quantifiable relationship between the measurements. Mathematical models are then built to relate the present travel pattern to land use and other socio-economic characteristics of the household. അപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിലേഷൻസ് എല്ലാം എന്ത് ചെയ്യണം? എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ ഡാറ്റകളും തമ്മിലുള്ള ഒരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇതിലായിട്ട് വരുന്ന കുറച്ച് റിലേഷൻസ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. That is, we have to build a mathematical model to relate the present travel pattern to land use and other socio-economic characteristics. നമ്മൾ socio-economic characteristicsഉം ലാൻഡ് യൂസിനനുസരിച്ച് എങ്ങനെയാണ് ട്രാവൽ പാറ്റേൺ വ്യത്യാസപ്പെടുന്നത്. ഇൻകത്തിനനുസരിച്ച് ലാൻഡ് യൂസ് ഒരു കൊമേഴ്സ്യലായിട്ട് കൂടുതൽ സ്പേസ് വരുമ്പം എങ്ങനെയാണ് നമ്മൾ ട്രാവൽ പാറ്റേണിൽ ചേഞ്ച് വരുന്നത്. അപ്പോൾ അതിലുള്ള ഒരു റിലേഷൻ എന്ത് ചെയ്യണം? നമ്മൾ ബിൽഡ് ചെയ്യണം യൂസിങ് ദി മാത്തമാറ്റിക്കൽ മോഡൽ. സാധാരണ റിഗ്രഷൻ ലോജിക് മോഡൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യാറ്? ഈ മോഡൽസ് ചെയ്യാറുള്ളത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള മോഡൽ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ റിഗ്രഷൻ മോഡലാണ്. ഇതൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. റിഗ്രഷൻ മോഡലും ലോജിക് മോഡലും മൾട്ടി ലോജിക് മോഡൽസൊക്കെ. സ്റ്റോക്കാസ്റ്റിക് മോഡലാണ് ഡിഫറെൻറ്റ്. അപ്പോൾ ഇഷ്ടംപോലെ സിമ്പിളായി കുറേ മോഡൽ നിങ്ങൾ പഠിക്കുന്ന ഹയർ എംടെക്കിലൊക്കെ പോവുകയാണെങ്കിൽ എംടെക് ട്രാൻസ്പോർട്ടേഷൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിഫറെൻറ്റ് മോഡൽസ് നിങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പോൾ ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇപ്പോൾ പഠിക്കാനില്ല. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇനി മോഡൽസ് ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്. ഫസ്റ്റ് വരുന്നത് ട്രിപ്പ് ജനറേഷൻ മോഡൽസ് വിച്ച് ഡിറ്റർമൈൻ ദി മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ട്രിപ്പ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ സോൺ ആൻഡ് ലാൻഡ് യൂസ് ആൻഡ് സോഷ്യോ എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ്. ലാൻഡ് യൂസും സോഷ്യോ എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ച് എത്ര ട്രിപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് ട്രിപ്പ് ജനറേഷൻ മോഡൽ എന്ന് പറയുന്നത്. ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മോഡൽ കണക്ട് ദി ട്രിപ്പ് ആൻഡ് പ്രിഡിക്റ്റഡ് ബൈ ദി ട്രിപ്പ് ജനറേഷൻ മോഡൽ ബിറ്റ്വീൻ ടു സെറ്റ്സ് ഓഫ് സോൺ. രണ്ട് സോണിൽ നിന്ന് എങ്ങനെയാണ് ട്രിപ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഓരോ സോണിലോട്ട്, ഒരു സോണിൽ നിന്ന് വേറെ സോണിലോട്ട് എങ്ങനെയൊക്കെയാണ്
ട്രിപ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതാണ് എന്ത് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മോഡൽ എന്ന് പറയുന്നത്. അസൈൻമെൻറ്റ് ഈസ് എ പ്രൊസീജിയർ ബൈ വിച്ച് ദ റൂട്ട് ചൂസൺ ബൈ ട്രിപ്പ് മേക്കർ ഈസ് ഡിറ്റർമൈൻ. ഏത് റൂട്ടാണ് ചൂസ് ചെയ്യുന്നത് അത് നമ്മൾ ട്രിപ്പ് അസൈൻമെൻറ്റ് മോഡലിൽ ചെയ്യുന്നത്. മോഡൽ സ്പ്ലിറ്റ് മോഡൽ ഡിറ്റർമൈൻ ദി മോഡ് ഓഫ് ട്രാവൽ ചൂസൺ ബൈ ദ ട്രാവൽ. നമ്മൾ ഏത് മോഡ് ഓഫ് ട്രാവലാണ് ചൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് അറ്റ് എനി സ്റ്റേജ് ബിറ്റ്വീൻ ദി ജനറേഷൻ ആൻഡ് അസൈൻമെൻറ്റ്. മോഡൽ so formulated are calibrated and checked for their accuracy before they are further used for determining the future travel pattern. അപ്പോൾ നമ്മൾ മോഡൽ എല്ലാം എന്ത് ചെയ്യണം? വി ഹാവ് ടു കാലിബ്രേറ്റ്. കാലിബ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഫോർ സ്റ്റാൻഡേർഡ്. ഒരു സ്റ്റാൻഡേർഡായിട്ട് എന്ത് ചെയ്യണം? വി ഹാവ് ടു കമ്പയർ. നമ്മൾ ഒരു റിയലിസ്റ്റിക് വാല്യൂ ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കാലിബ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? വി ആർ യൂസ് ഫോർ ഡിറ്റർമൈനിങ് ദി ഫ്യൂച്ചർ ട്രാവൽ പാറ്റേൺ. അപ്പോൾ സാധാരണ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മോഡൽസിനെ കുറിച്ചാണ്. ട്രിപ്പ് ജനറേഷൻ ഉണ്ട്, നമ്മൾ 4 സ്റ്റെപ്പ് പ്ലാനിങ് പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രിപ്പ് ജനറേഷൻ മോഡൽസ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ മോഡൽസ് ഉണ്ട്, അസൈൻമെൻറ്റ് മോഡൽസ് ഉണ്ട്, അതുപോലെ തന്നെ മോഡൽ സ്പ്ലിറ്റ് മോഡൽസ് ഉണ്ട്. In the forecasting and analysis of future condition, it is necessary to do prediction of travel pattern and need for the future year. Future land use pattern and also to be predicted. അപ്പോൾ നമുക്ക് ഒരു പ്ലാനിങ് ചെയ്യുന്നത് ഫോർ ആൻ ഹൊറൈസൺ ഇയർ ആണ്, ഒരു 15 to 20 ഇയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് 15 to 20 ഇയേഴ്സിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫോർകാസ്റ്റ് ദ future years land use and travel pattern. Population forecast can be done by the studies of the past trends. More detailed studies of birth and migration data help in the formulation of population prediction models. Estimation of future employment pattern follow prediction of economic activity. Future level of car ownership is an important parameter that influence the future travel and mode choice. The future land use activity arrangement and information concerning future income levels, family size, car ownership rate, employment population and other economic activity factor are then fed as input to the previously formulated trip generation models. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പോപ്പുലേഷനെ കുറിച്ച് അറിയണം. ഫ്യൂച്ചറിൽ ഒരു 20 ഇയേഴ്സ് കഴിഞ്ഞാൽ എത്രയാണ് ഈ പോപ്പുലേഷൻ വരുന്നത്, അതുപോലെ തന്നെ കാർ ഓണർഷിപ്പ് എത്രയാണ് വരുന്നത്, എംപ്ലോയ്മെൻറ്റ് എങ്ങനെയൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞാലേ നമുക്ക് കൃത്യമായിട്ടൊരു ട്രാവൽ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കൂടുതലായിട്ട് കാർ ഓണർഷിപ്പ് വന്നാൽ കൂടുതലായിട്ട് ട്രിപ്പ് വരാൻ സാധ്യതയുണ്ട്, കൂടുതൽ ഇൻകം വന്നാൽ കൂടുതൽ കാർ ഓണർഷിപ്പ് വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ കൂടുതൽ ട്രിപ്പ് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ഫോർകാസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു കറക്റ്റായിട്ടുള്ള ട്രാവൽ പാറ്റേൺ പ്രിഡിക്റ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള പ്ലാനിങ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി ഇവാലുവേഷൻ. ഇൻ എൻ urban system, number of alternative transport plans are feasible for a given set of goals and policies. അപ്പോൾ നമ്മൾ ഒരു അർബൻ സിസ്റ്റത്തിന് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് നമുക്ക് ഒരു സൊല്യൂഷൻ അല്ല ഉണ്ടാവുക, ഡിഫറെൻ്റ് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഉണ്ടാവും ഫീസിബിൾ ആയിട്ടുള്ള. ഇൻ ഓർഡർ ടു സെലക്ട് ദി ബെസ്റ്റ് വൺ ഫ്രം ദീസ്, it is necessary to evaluate each of the alternative as how it fulfills the desired objectives. Cost or benefit techniques are often used to evaluate the alternative in economic terms. At this stage, it may be necessary to revise the plans and go back to the initial stage of design to evolve further alternatives. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു പ്രോബ്ലം ആണെങ്കിൽ, ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണെങ്കിൽ അതിന് ഒറ്റ സൊല്യൂഷൻ അല്ല ഉണ്ടാവുക, ദർ വിൽ ബി ഡിഫറെൻ്റ് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ്. അപ്പോൾ ഡിഫറെൻ്റ് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസിൽ കുറേ ഫീസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാവും. ഇതിൽ നമുക്ക് ഏതാണ് നമ്മൾ പെർസ്പെക്റ്റീവിൽ നമ്മളെ പോളിസി അനുസരിച്ച് ഏതാണ് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? വി ഹാവ് ടു ഇവാലുവേറ്റ് ഈച്ച് ആൾട്ടർനേറ്റീവ്സ്. ഓരോ ആൾട്ടർനേറ്റീവ്സും നമ്മൾ സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം? വി ഹാവ് ടു ഇവാലുവേറ്റ്. സാധാരണ എക്കണോമിക് ടേംസിലാണ്, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണ് സാധാരണ എക്കണോമിക് ടേംസിൽ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ഓഫ് സ്കെയിൽസ് ഉണ്ടാവും, നമ്മളൊരു സ്കെയിൽ ഉണ്ടാവും, ആ സ്കെയിൽസിനെ ബേസ് റെഫറൻസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇതിനെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇവാലുവേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൽ ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ ജനറേറ്റ് ചെയ്യും.
ഇനി ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, വി വിൽ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ ഇത്ര കാര്യങ്ങളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റഡി ഏരിയ സോണിങ്ങിനൊക്കെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ 2-3 ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് ഈ മൊഡ്യൂൾ, ഈ ഒരു കുഞ്ഞു മൊഡ്യൂളാണ്, ഈ മൊഡ്യൂൾ നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ ദി ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് ആണ്. ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങളെല്ലാവരും ഒന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തതാണ് ഇതിൻ്റെ ജസ്റ്റ് ഒരു പോർഷൻസ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.